നമസ്കാരം. ഒരു പുതിയ ആരംഭത്തെയാണ് നാം വിഷുവായി കണക്കാക്കുന്നത്. ഒരു പുതിയ ആരംഭം ഓരോ സൂര്യോദയ സമയത്തിലും സംഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ ഏപ്രിൽ 14 വിഷുക്കണി കണ്ട് ആ വർഷം മുഴുവൻ ആ വിഷുക്കണിയുടെ സമ്പൽ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വിളങ്ങുവാൻ നാം തയ്യാറെടുക്കുന്നതുമാണ്. ഇതിനാൽ തന്നെ ഓരോ വീട്ടിലും വിഷുവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ മുന്നേ ആരംഭിക്കുന്നതാണ്. വീടുകൾ അടിച്ചു വാരി വൃത്തിയാക്കുകയും എല്ലാവരും സന്തോഷത്തോടെ ഒത്തുകൂടുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ ഓരോ വിഷുക്കാലവും വരും ദിവസങ്ങളിലെ സന്തോഷകരമായ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായി മാറുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമമാണ് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. വിഷുക്കണി കാണുമ്പോൾ ചില വസ്തുക്കൾ വീട്ടിലിരിക്കുന്നത് അത്ര ശുഭകരമല്ല, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നിൽക്കുന്നതാണ്. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിഷു ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട്. ഈ ദിവസങ്ങളിലെ ഈ പൂജകളിൽ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ആദ്യം പരാമർശിക്കുന്നത് നിലവിളക്കുമായി ബന്ധപ്പെട്ടാണ്. സർവദേവതാ സങ്കല്പം തന്നെയാണ് നിലവിളക്ക്. എല്ലാ വീട്ടിലും ഒരു നിലവിളക്കെങ്കിലും ഉണ്ടാകുന്നതുമാണ്. എന്നാൽ പൊട്ടിയ നിലവിളക്ക്, കേടുപാടുകളുള്ള നിലവിളക്ക്, അതേപോലെ തന്നെ ചോർച്ചയുള്ള നിലവിളക്കുകൾ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. ആപത്ത് തന്നെയാണ്. അതിനാൽ തന്നെ ഇവ ഒഴിവാക്കണം. ഇവ വീടുകളിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക. അതല്ല എങ്കിൽ ആ വീട് ഗതി പിടിക്കില്ല എന്നതാണ് വാസ്തവം. ആ വീടുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ഇവ കൊളുത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിഷുക്കണിക്ക് അനിവാര്യമായ ഒരു വസ്തു തന്നെയാണ് നിലവിളക്ക്. എന്നാൽ നിലവിളക്ക്, ഇത്തരത്തിലുള്ള നിലവിളക്ക് കത്തിച്ച് കണി കാണുകയാണ് എങ്കിൽ, ഇത്തരത്തിലുള്ള നിലവിളക്ക് തെളിയിച്ച് കണി കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാകണം എന്നില്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ നിലവിളക്ക് മാറ്റി വാങ്ങേണ്ടത് അനിവാര്യമാണ്. ഇനിയും വിഷുവിന് ദിവസങ്ങളുണ്ട്. അതിനാൽ തന്നെ സാധിക്കുന്ന ഏവരും ഈ വിളക്ക് മാറ്റി വാങ്ങേണ്ടതാകുന്നു. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിണ്ടി. പല വീടുകളിലും കിണ്ടി ഉണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കിണ്ടിയും അടുത്ത് വയ്ക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ കിണ്ടി നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ കിണ്ടിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവ തീർച്ചയായും മാറ്റി വാങ്ങേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാനുള്ളത് പാത്രങ്ങളെ കുറിച്ചാണ്. കണി കാണുന്ന സമയം എച്ചിൽ പാത്രങ്ങൾ വീടുകളിൽ ഉള്ളത് അത്ര ശുഭകരമല്ല. അതിനാൽ തലേ ദിവസം തന്നെ തീർച്ചയായും പാത്രങ്ങൾ നിങ്ങൾ കഴുകി വൃത്തിയാക്കേണ്ടതാകുന്നു. പൊട്ടിയ പാത്രങ്ങൾ വീടുകളിൽ ഉണ്ടാകാം. അത് ഗരുഡ പുരാണ പ്രകാരം ഭഗവാൻ പരാമർശിക്കുന്നത് ഇപ്രകാരമാണ്: ആ പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുകയാണ് എങ്കിൽ അത് ദുരാത്മാക്കൾക്ക്, ദുഷ്ടശക്തികൾക്കുള്ള ആഹാരമാണ് എന്നാണ് ഭഗവാൻ പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ ഗരുഡ പുരാണ പ്രകാരം അത് ശുഭകരമല്ല എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ഓർക്കുക. അതിനാൽ മാറ്റി വാങ്ങേണ്ടത് അനിവാര്യമാണ്. ഇവയിൽ ആഹാരം സൂക്ഷിക്കുന്നതും ദൗർഭാഗ്യം വിളിച്ചു വരുത്തും. അതിനാൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ മാറ്റി വാങ്ങുക. തീർച്ചയായും ഈ കാര്യം ചെയ്യുക. മറ്റൊരു കാര്യം പൂജാമുറിയുമായി ബന്ധപ്പെട്ടാണ്. പൂജാമുറിയിൽ ദേവതാ ചിത്രങ്ങൾ ഉണ്ടാകും. എന്നാൽ പല ചിത്രങ്ങളും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളവയാകാം. അത് ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ആകാം. എന്നാൽ ചെറിയ കേടുപാടുകളാണ് എങ്കിൽ പോലും അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് അത്ര ശുഭകരമല്ല, ദോഷകരമാണ് എന്ന് പറയാം.
അതിനാൽ തന്നെ ജീവിതത്തിൽ വലിയ ആപത്തുകൾക്ക് അത് കാരണമായി തീരും. തീർച്ചയായും നിങ്ങൾ അവ വീടുകളിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഏറ്റവും ശുഭകരമായ കാര്യം ഈ കേടായ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും ചെയ്യുക. ഇനി അതിനുള്ള സൗകര്യമില്ല എങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഇവ വീടുകളിൽ സൂക്ഷിക്കുന്നത് വലിയ ദോഷം തന്നെയാണ്. വലിയ ആപത്തുകൾക്ക് തന്നെ അത് കാരണമായി തീരാം. വീടുകളിൽ ചില്ല് പാത്രങ്ങൾ ഉണ്ടാകാം. അത് കണ്ണാടിയും ചില്ല് തന്നെയാണ്. എന്നാൽ പൊട്ടിയ ചില്ലുപാത്രങ്ങൾ, ഗ്ലാസുകൾ, അതേപോലെ ജനലുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ചില്ലിന്റെ ജനലുകൾ ഉണ്ട് എങ്കിൽ പോലും അവ മാറ്റണം. പൊട്ടലുകൾ സംഭവിച്ച കണ്ണാടിയാണ് എങ്കിൽ പോലും മാറ്റേണ്ടത് അനിവാര്യമാണ്. ഈ കണ്ണാടിയിൽ മുഖം നോക്കുന്നത് ദൗർഭാഗ്യം വിളിച്ചു വരുത്തും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം വീടുകളിൽ ഈശ്വരാധീനം നിലനിൽക്കില്ല എന്ന കാര്യവും ഓർക്കുക. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടാണ്. കട്ടിലയ്ക്ക് വളരെ വലിയ സ്ഥാനം തന്നെയുണ്ട്. അതിനാൽ തന്നെ സ്ത്രീകൾ, ഗൃഹനാഥ എന്നിവരുടെ ആരോഗ്യം ആ വീടിന് പ്രധാനം തന്നെയാണ്. കട്ടിലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് പ്രധാനമായും ബാധിക്കുക ആ വീട്ടിലെ ഗൃഹനാഥയെ അല്ലെങ്കിൽ സ്ത്രീകളെയാകുന്നു. പ്രധാനമായും എന്ന് പറയാം, മറ്റുള്ളവരെയും ബാധിക്കും. പിതൃപ്രീതി വീടുകളിൽ കുറയുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ഇവ മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തലേ ദിവസത്തെ കേടായ ആഹാരം കണി കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു. എച്ചിൽ എന്നിവ കണി കാണുന്ന സമയം അടുക്കളയിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അടുക്കളയ്ക്ക് വലിയ സ്ഥാനം തന്നെയുണ്ട്. ദേവതകൾ കുടികൊള്ളുന്ന ഇടം കൂടിയാണ് അടുക്കള. അതിനാൽ തന്നെ തീർച്ചയായും അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യം നൽകുക. അടുക്കളയിൽ അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ, ലക്ഷ്മി ദേവി, ഗണപതി, അന്നപൂർണേശ്വരി ദേവി എന്നീ ദേവതകളുടെ വാസസ്ഥലം കൂടിയാണ് അഥവാ സാന്നിധ്യമുണ്ട് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ പ്രത്യേകം വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. അടിച്ച് തുടച്ചതിന് ശേഷം മഞ്ഞൾ ജലം തളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പഴയ കലണ്ടർ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവ വാസ്തുപ്രകാരം വീടുകളിൽ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല. അതിനാൽ തന്നെ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടതാകുന്നു. കലണ്ടർ കാലത്തെയാണ് വാസ്തുപ്രകാരം സൂചിപ്പിക്കുന്നത്. അതിനാൽ തീർച്ചയായും പ്രാധാന്യം നൽകണം. ഈ മാസത്തെ പേജ് തന്നെ കലണ്ടറിൽ വയ്ക്കുവാൻ അഥവാ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആ കാര്യവും ഓർക്കുക. നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും ക്ലോക്ക് ഉണ്ടാകുന്നതാണ്. കേടായവയും ഉണ്ടാകാം. എന്നാൽ കേടായ ക്ലോക്കുകൾ മാറ്റുകയോ അല്ലെങ്കിൽ അവ ശരിയാക്കുകയോ ചെയ്യേണ്ടതാകുന്നു. കൂടാതെ അത് ഉപകരണങ്ങൾ കേടായ ഉപകരണങ്ങളാണ് എങ്കിൽ പോലും വീടുകളിൽ പാടുള്ളതല്ല. ചിലർ അത് ടെറസിൽ സൂക്ഷിക്കുന്നതാണ്. അത് ഒരിക്കലും ചെയ്യരുത് എന്ന കാര്യവും ഓർക്കുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീടുകളിൽ നിന്നും ഒഴിവാക്കണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ അത് വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ഒന്നുകിൽ ശരിയാക്കുക. അതിന് സാധിക്കാത്ത കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായും അവ മാറ്റി വാങ്ങുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പലരും വീടുകളിൽ പഴയ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അത് പല ഓർമ്മകളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ടാകാം. എന്നാൽ പഴയ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക എന്നതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ചെയ്യുന്നത് അതീവ ശുഭകരവുമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യവും തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. വീട് എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും ചില വീടുകളിൽ മാറാല കാണുന്നതാണ്. ഇത്തരത്തിൽ മാറാല എപ്പോഴും നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. കാരണം ആ വീടുകളിൽ
ലക്ഷ്മി വാസമില്ല, പകരം മൂദേവിയാണ് വസിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ വീടും പരിസരവും വൃത്തിയാക്കി മഞ്ഞൾ ജലം തളിച്ച് നെയ്വിളക്ക് നിത്യവും തെളിയിച്ച് പ്രത്യേകിച്ചും ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറാല പാടില്ല എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ പൊടി പിടിച്ച് പല വസ്തുക്കളും വീടുകളിൽ ഇരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇരിക്കുന്നത് അതീവ ദോഷകരമാണ്. പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ വീട്ടിലെ അരിപ്പാത്രമാണ്. ഇത്തരത്തിൽ പൊടി പിടിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാണ്. അതിനാൽ തീർച്ചയായും അരിപ്പാത്രം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ അരി ഇടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മഞ്ഞൾ പാത്രവും ഇതേപോലെ ഇരിക്കുന്നത് ദോഷകരമാണ്. എല്ലാ പാത്രങ്ങളും പൊടി പിടിച്ചിരിക്കുന്നത് ദോഷകരമാണ് എങ്കിൽ പോലും ഈ പാത്രങ്ങൾക്കും പ്രത്യേകമായ ശ്രദ്ധ നാം നൽകേണ്ടതാകുന്നു. കേടായ ജലം വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ ഓർത്തിരിക്കുക. കേടായ ജലം വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും സൂക്ഷിക്കരുത്, വലിയ ദോഷമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അഥവാ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വയ്ക്കുന്നുണ്ട് എങ്കിൽ അത് ശുദ്ധജലമാണ് എന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കേണ്ടതാകുന്നു. ശുദ്ധജലം മാത്രമേ ഇത്തരത്തിൽ എപ്പോഴും വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളൂ. പഴയ ജലം തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. കേടായ ചെടികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. വീടുകളിൽ നിൽക്കുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. വീടിന് പുറത്തും അകത്തും പ്രധാന വാതിലിനോട് ചേർന്നും വരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഈ തെറ്റ് പാടുള്ളതല്ല. ഈ ഭാഗത്തുള്ള ചെടികൾക്ക് പ്രത്യേകമായ പരിഗണന നാം എപ്പോഴും നൽകേണ്ടതാണ്. സസ്യങ്ങളെ എപ്പോഴും പരിപാലിക്കുക കൂടി ചെയ്യാൽ സസ്യങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൂടി നാം നൽകുകയാണ് എങ്കിൽ, പരിപാലിക്കുക കൂടി ചെയ്താൽ പെട്ടെന്നാണ് ആ വീടുകൾക്ക് ഉയർച്ച വന്നു ചേരുക. ആ കാര്യവും ഓർക്കുക. തുളസിയുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെയാണ് തുളസി ദേവി. അതിനാൽ തന്നെ തീർച്ചയായും തുളസിക്ക് ജലം അർപ്പിക്കുന്നതും തുളസിയെ പരിപാലിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. തുളസിത്തറ പ്രത്യേകിച്ചും വൃത്തിയാക്കുക. തുളസിയുടെ ഭാഗത്ത് മലിനജലം വരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ വാടി നിൽക്കുന്ന തുളസി ഉണ്ട് എങ്കിൽ അത്തരം തുളസി ഒഴിവാക്കേണ്ടതാകുന്നു. വാടി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ തുളസി കേടുപാടുകൾ അല്ലെങ്കിൽ ഉണങ്ങി പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കുക. ആരും ചവിട്ടാത്ത ഭാഗത്തേക്ക് നീക്കിയിടുക എന്ന കാര്യം ഓർക്കുക. കൂടാതെ പുതിയ തുളസി വയ്ക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇത് വ്യാഴാഴ്ച ദിവസമാണ് എങ്കിൽ കൂടുതൽ ഉത്തമം. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തുളസിത്തറ പരിപാലിക്കണം എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വീടും പരിസരവും നാം തീർച്ചയായും പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യം തന്നെയാണ് ആ വീടുകളിൽ വന്നു ചേരുക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ആ വീടുകളിൽ വിളങ്ങുക തന്നെ ചെയ്യും.